ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസമില്ല. ഓക്കെ, ഇനിയൊരു 25-ാം തീയതിക്ക് ശേഷം ഞാൻ അനൗൺസ് ചെയ്യാം എപ്പോഴായിരിക്കുന്നത് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പേഴ്സണൽ റീഡിങ്സ് ഇല്ല. ഓക്കെ, താങ്ക് യു എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ റീഡിങ് ഇന്നത്തെ. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത് എന്താ നോക്കാം. മൺഡേ ആയല്ലോ അല്ലേ? ഓക്കെ, മൺഡേ ആണ്. സോ ഈ വീക്കിനുള്ള ഗൈഡൻസ് എടുക്കാം നമുക്ക്. എന്തായാലും ഒരു 1 വീക്കിൻ്റെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുന്നത് ജസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒരു 1 വീക്കിൻ്റെ എനർജി? നിങ്ങൾക്ക് എന്താ കാണുന്നത്? ലവേഴ്സ് കാണുന്നുണ്ട്, 3 ഓഫ് സോഡ്സ് കാണുന്നുണ്ട്, വൈസ് കൗൺസിലർ ആൻഡ് കിങ് ഓഫ് കപ്സ്, 1 മോർ കാർഡ്, 4 ഓഫ് wands. ഓക്കെ, 8 ഓഫ് സോഡ്സ്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അതായത് ഇത് ഏത് സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി കുറേ പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്, കുറച്ച് പേർക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം, എന്ത് കാര്യത്തിലും ആവാം. കരിയറിൽ, ജോലിയിൽ നിങ്ങൾ ജോലി മാറണോ, ജോലി വേറെ ഓക്കെ, അങ്ങനെ എന്തോ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ കാണുന്നുണ്ട്. 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാരേജ് വന്നായിരിക്കാം, അല്ലെങ്കിൽ മാരേജിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളതായിരിക്കാം, ഒരു ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിരിക്കാം. സോ ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ചോയ്സിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു തീരുമാനം എടുക്കാനുണ്ട് നിങ്ങൾ, ആൻഡ് ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ കാണുന്നുണ്ട് എനിക്ക്. കാരണം ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് പെട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമുക്ക് വ്യക്തമല്ല. ഓക്കെ, നമുക്ക് ശരിക്കും അറിയുമായിരിക്കും, നമ്മുടെ ഇൻറ്റ്യൂഷൻ വെച്ച് ചിലപ്പോൾ നമുക്ക് അറിയുമായിരിക്കും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. ഹൈ പ്രീസ്റ്റസ് അങ്ങനെയാണ് പറയുക, ഇൻറ്റ്യൂഷൻ എന്ന് പറയും. നമുക്ക് അറിയാം, പലതും നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നവരെ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? സോ ഇവിടെ ആ ഒരു രീതിയിലുള്ള എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തത വരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, ബട്ട് ഐ തിങ്ക് ആ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ. സോ ഇവിടെ അഗൈൻ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ച വേദനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ ജോലി നഷ്ടം, എനിത്തിങ് എന്ത് വേണമെങ്കിലും ആവാം. ഹാർട്ട് ബ്രേക്ക് എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളൊരു വിഷമത്തിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് എനർജിയാണ്. കുറച്ച് തേർഡ് പാർട്ടി എന്തുകൊണ്ടോ ഐ ഡോണ്ട് നോ, തേർഡ് പാർട്ടി ആവാം. ഇവിടെ ഒരുപാട് പേര് കാണുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് വിഷമുണ്ടാക്കിയ ഒരു കാര്യമുണ്ട് അതിൽ നിങ്ങൾക്ക്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലായി പോവാണ് അവിടെ. ഓക്കെ, നിങ്ങളത് ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മൾ ശരിക്കും കരയുമ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് കണ്ണിൻ്റെ മുമ്പിൽ നമുക്കൊന്നും ക്ലിയർ ഇല്ല എന്ന് പറയില്ല, ഇമോഷണൽ ആവുകയാണ് നമ്മൾ. സോ ആ ഇമോഷണൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ ഒരു സത്യം അന്വേഷിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്കൊരു എനർജി ഉണ്ട്. നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ആരോടെങ്കിലും കൺസൾട്ട് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. ഇവിടെ ഈ കൗൺസിലർ എന്ന് പറയുമ്പോൾ അഗൈൻ അഡ്വൈസ് എടുക്കുന്ന തരത്തിൽ പറയാം. അതിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കുക. കൗൺസിലിംഗ് എന്തെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടാവാം ചിലപ്പോൾ. കാരണം നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആകുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് മേ ബി നിങ്ങൾ ഈവൻ കൗൺസിലിംഗ്, സൈക്കോളജിസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആരോടെങ്കിലും നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആരോടെങ്കിലും അഡ്വൈസ് എടുക്കാൻ, ഈ സിറ്റുവേഷൻ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എനിക്കൊരു വിഷമമുണ്ട്, ഞാൻ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഫ്രീഡമാണ് എനിക്ക് കാണുന്നത്. ഞാനപ്പോൾ നമ്മൾ ഫ്രീഡമാണ് പറയാം. ഓക്കെ, സോ ഇവിടെ ആ ഒരു ഫ്രീഡം പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു തടസ്സമുണ്ട് ഇവിടെ. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും എവിടെയോ ആ ഒരു നിങ്ങൾക്കൊരു ഉറച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല. അത് മനസ്സിൻ്റെ ഒരു ബ്ലോക്കേജ് എന്ന രീതിക്കും പറയാം. അല്ല, സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരിക എന്ന് മാത്രമല്ല, നിങ്ങളുടെ മെൻറ്റൽ ഒരു പ്രിസണിൽ പെട്ട പോലെയാണ് നിങ്ങൾ. നമ്മൾ പറയില്ലേ, മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരേ ചോദ്യം, ഒരേ കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളതിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, കാരണം ഇവിടെ നിങ്ങളോട് പറയുന്ന അഡ്വൈസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്ന് കൗൺസിലിംഗ് ആരോടെങ്കിലും ചോദിക്കൂ, അഡ്വൈസ് ചോദിക്കൂ, ആരോടെങ്കിലും കാര്യങ്ങളൊന്ന് സംസാരിക്കൂ. മേ ബി നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും, നല്ല ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഈവൻ ഡോക്ടറോ ആരോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, കാരണം ചില സമയത്ത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു
തീരുമാനങ്ങൾ എടുക്കാൻ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും. സോ അത് വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റി കൊണ്ടുവരാം. ഓക്കെ, ഇമോഷൻസിനെ ഒന്ന് മാറ്റിവെക്കാൻ തുടങ്ങാം. പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് ട്രസ്റ്റിംഗ് വ്യക്തികളായിരിക്കും, നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ കിങ് ഓഫ് കപ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കിങ് ഓഫ് കപ്സ് ഇമോഷണൽ ആണ്, പക്ഷെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് കൂടി ചിന്തിക്കും. ഓക്കെ, ആ ഇമോഷൻസിനെ അടക്കി വെക്കാൻ അറിയാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സും നമ്മൾ 2 കാർഡ് നിങ്ങളിവിടെ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം. ക്വീൻ ഓഫ് കപ്സ് നമ്മൾ പറയും വളരെ ഇമോഷണൽ ആൾക്കാരാണ്, ഒരുപാട് സ്നേഹിക്കുക, ട്രസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയും. ബട്ട് കിങ് ഓഫ് കപ്സ് അതേപോലെയാണ്, പക്ഷെ അവരുടെ ഫീലിങ്സ് കൂടി, അതായത് ഒരു നമ്മൾ പറയില്ല ഒരു മാനിനുള്ള വ്യത്യാസം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാം. ആണുങ്ങളാകുമ്പോൾ കുറച്ചുകൂടി അവരത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവർ ശ്രമിക്കും അല്ലേ. സോ ആ രീതിക്ക് ആവാനാണ് നിങ്ങളോട് പറയുന്നത്. ഇമോഷൻസിനെ ഒന്ന് മാറ്റിവെക്കുക. ഇവിടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെയിനായിട്ട് അതാണ്, ഇമോഷൻസിനെ ഒന്ന് മാറ്റിവെക്കുക. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കാൻ. ഇവിടെ ആക്ച്വലി ബാലൻസ് കൂടി ഉണ്ടായിരുന്നു. യെസ്, സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇമോഷണൽ ആവാതെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കൂടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വരും. ഓക്കെ, ഒന്ന് സ്റ്റഡി ആവാൻ തുടങ്ങും. നിങ്ങൾ ലൈഫിനെ ഒന്ന് സ്റ്റേബിളാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തന്നെ ഒന്ന് സ്റ്റേബിളാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഈ കൺഫ്യൂഷനിൽ പെട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാനുള്ള വഴിയാണ് നമുക്ക് വേണ്ടത് അല്ലേ. ആ കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കാം. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അറിയാനുള്ള ശ്രമം നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, അങ്ങനെ ശ്രമിക്കൂ, തീർച്ചയായിട്ടും ശ്രമിക്കൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ പോലും ചിലപ്പോൾ നിങ്ങളത് മനസ്സിലാക്കില്ല, ചിലപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ നമ്മൾ ഇൻറ്റ്യൂഷൻ ത്രൂ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷേ അതിനെ നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ആക്ഷൻ എടുക്കാനോ കഴിയാതെ ചിലപ്പോൾ നിങ്ങൾ പെട്ട് നിൽക്കും. ഓക്കെ, അതിന് മേ ബി ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക. അത് മാത്രമല്ല കുറച്ചുകൂടി ഇമോഷൻ മാറ്റി വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ സെൽഫ് വർത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ഇമോഷൻസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇമോഷൻസ് മാറ്റി വെച്ച് അവിടെ നിങ്ങൾക്ക് നല്ലത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചു തുടങ്ങാം. പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, ആൻഡ് അത് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. പേടിക്കേണ്ട, ഫ്രീഡം കിട്ടും, സ്റ്റെബിലിറ്റി വരും, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെയോ ചില കാര്യങ്ങളിൽ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളൊന്ന് ബൗണ്ടറി വെക്കാൻ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നുണ്ടാവും. വേദനിപ്പിച്ച വ്യക്തികളെ പോലും അല്ലെങ്കിൽ വേദനിപ്പിച്ച സിറ്റുവേഷൻസ് പോലും സംവേർ നിങ്ങൾ ഫർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സോ അങ്ങനെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഒരു ശാന്തത നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്കൊരു സ്റ്റേബിൾ എനർജി വരാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് കുറച്ച് ഗൈഡൻസ് മെസ്സേജസ് കൂടെ എടുത്തേക്കാം. നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് ഞാനത് വെച്ചപ്പോൾ മിക്സപ്പ് ചെയ്തോ ഓർമ്മയില്ല. നമ്മുടെ ഈ ലവേഴ്സ് എനർജി, ലവേഴ്സ് കാർഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇത് തന്നെയാണ്, കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചോയ്സസ്, കൺഫ്യൂഷൻസ്, ഇമോഷൻസ് തന്നെയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വന്നത്. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, യൂണിവേഴ്സ് നമുക്ക് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലാണ് ഇപ്പോൾ പെട്ട് നിൽക്കുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്നില്ല, ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ള കാർഡാണ്. റിക്കവറി, യെസ്, ഇതിവിടെ നിങ്ങൾക്ക് റിക്കവറി വരും. നിങ്ങൾ എന്ത് തന്നെ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. കീ കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ ചാവി കിട്ടും എന്ന് പറയില്ലേ, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും അടഞ്ഞ വാതിലുകൾ തുറക്കാനുള്ള കീ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ തന്നെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആൻഡ് വിസ്ഡം, ഓ മൈ ഗോഡ്, എല്ലാ കാർഡ്സും സെയിം ആണ് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, ചോദിക്കുക. ഓക്കെ, ആക്ച്വലി ഇവിടെയും ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്. സോ ആരോടെങ്കിലും കൗൺസിലിംഗ് എടുക്കുന്നെങ്കിൽ നല്ലതാണ്, ആരോടെങ്കിലും ചോദിച്ചാൽ നല്ലതാണ്. ഹെൽപ്പ് നിങ്ങൾക്കത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരേ കാർഡ്സാണ് വരുന്നത് അല്ലേ. ഓക്കെ, വൺ മോർ ഗ്രോത്ത്. ഓക്കെ, ഒന്നുകൂടെ എടുത്തേക്കാം. ഫർഗീവ്നെസ്. ഓക്കെ, ഇതും ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റിങ്സ്, നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് നിങ്ങളോടെല്ലാം പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ് ശരിക്കും. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ആ ഇമോഷനിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളെ കാണാതെ തിരിച്ചറിയാതെ പോകുന്ന പോലെയാണ്. നിങ്ങളതിനെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ ആയി പോവാണ്. ഇവിടെയും നമ്മൾ ഫർഗീവ്നെസ്സിൻ്റെ കാര്യമുണ്ട്. നിങ്ങളോട് പറയുന്നത് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ വേദനകളോ ഉണ്ടെങ്കിൽ അതിന് ഫർഗീവ്നെസ് അവിടെ കൊണ്ടുവരാം. ഓക്കെ, ഫർഗീവ്നെസ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗ്രോത്ത് നിങ്ങൾക്ക് വരാൻ ആ തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ ഫർഗീവ്നെസ് ആണ്. ഫർഗീവ്നെസ് കൊണ്ടുവരാം. നമ്മളൊരു സിറ്റുവേഷൻ
നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വീണ്ടും 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 അത് മേലേക്ക് വരും അല്ലേ. സോ അവിടെ ഫൊർഗീവ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഫൊർഗീവ്നെസ് ഞാൻ പറയുന്നില്ല, വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, സിറ്റുവേഷൻ വിട്ട് കളഞ്ഞാലേ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രോത്ത് വരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി നിങ്ങൾ തീരുമാനമെടുക്കാനുണ്ട്. ഓക്കെ, ഇമോഷൻസ് മാറ്റി വയ്ക്കൂ എന്നുള്ളതാണ് മെയിൻ അഡ്വൈസ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഗ്രോത്ത് വരും എന്നുള്ളൊരു സൈൻ ഉണ്ട്, ഇവിടെ സൂചനയുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പക്ഷേ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുമുണ്ട്. ഓക്കെ, അതിൻ്റെ സമയം വരും, പേടിക്കണ്ട. ഓക്കെ, ആൻഡ് നിങ്ങൾക്കത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.